ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ ആയിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കുകയാണ്. ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ ഒരിക്കൽ കൂടെ ദൈവം നൽകി തന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വെളിപ്പാട് പുസ്തകം 29ാമത്തെ ക്ലാസ്സാണെന്ന്. നമ്മളിന്ന് 13ാം അധ്യായത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 13ാം അധ്യായം. 13ാം അധ്യായം എതിർ ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരധ്യായമാണ്. യോഹന്നാന് ലഭിക്കുന്നതായ വെളിപ്പാടാണ് എതിർ ക്രിസ്തുവിനെ കുറിച്ചും എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തെക്കുറിച്ചും പറയുന്നതായ ഒരു അധ്യായമാണ് വെളിപ്പാട് പുസ്തകം 13ാം അധ്യായം. ആദ്യത്തെ 10 വാക്യങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗം, എതിർ ക്രിസ്തു. ആ മൃഗത്തിൻ്റെ ചില സവിശേഷതകളുണ്ട്. 10 കൊമ്പ്, 7 തല, കൊമ്പുകളിൽ 10 രാജമുടി, തലയിൽ ദൂഷണനാമങ്ങളുമുള്ള ഒരു മൃഗം. ആ മൃഗം ഒരു വിചിത്ര ജീവിയെപ്പോലെയാണ്. ഒരു വിചിത്ര ജീവിയെപ്പോലെയാണ് മൃഗത്തെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ അത് നോക്കുമ്പോൾ ഒരു പുള്ളിപ്പുലിയെ പോലെ തോന്നും, പുള്ളിപ്പുലിക്ക് സദൃശ്യം. അതിൻ്റെ കാല് കരടിയുടെ കാല് പോലെ. അത് അതിൻ്റെ ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ സിംഹത്തിൻ്റെ വായ പോലെയുമായിരുന്നു. അപ്പോൾ ഒരു എല്ലാം കൂടെ സങ്കരപ്പെട്ടതായ ഒരു മൃഗം. അങ്ങനെ ഒരു മൃഗം ഭൂമിയിലില്ല. ഒരു ഭീകരമായ ഒരു ചിത്രമാണ് ഇവിടെ കാണുന്നത്. ഈ സർപ്പം ആ മൃഗത്തിന് അതിൻ്റെ അധികാരം, മുഴുവൻ അധികാരവും കൊടുത്തു. ഓർക്കണം, ഈ സർപ്പം എന്ന് പറയുമ്പോൾ ഈ മുഴുഭൂമി എന്ന അവൻ്റെ അധികാരത്തിൽ ഇവിടെ കിടക്കുകയാണ്. മുഴുഭൂമിയും പിശാചിൻ്റെ അധീനതയിലാണ് കിടക്കുന്നത്. ഇല്ലേ, കർത്താവിനെ മരുഭൂമിയിൽ പരീക്ഷിക്കുന്നതായ സമയത്ത് ഉയർന്നൊരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഭൂമിയിലുള്ള സകല രാജ്യങ്ങളും അതിൻ്റെ മഹത്വവും എല്ലാം കാണിച്ചു കൊടുത്തിട്ട് സത്യം പറഞ്ഞു, വീണ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരും, ഇതൊക്കെ എൻ്റെയാണ്, എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞു. അവിടെ അത് നിൻ്റെ അല്ല എൻ്റെയാണ് എന്ന് പറയാൻ കർത്താവ് നിന്നില്ല. കാരണം മുഴുഭൂമിയും അവൻ്റെ അധികാരത്തിൽ കിടക്കുകയാണ്. അപ്പോൾ സാത്താൻ അവൻ്റെ അധികാരം മുഴുവനും ഈ മൃഗത്തിന് കൊടുത്തു, ഈ എതിർ ക്രിസ്തുവിന് കൊടുത്തു. ഈ മൃഗം ആരാണ്, എവിടെ നിന്ന് കയറി വരുന്നു, അതിൻ്റെ പ്രത്യേകത എന്തെല്ലാമാണ് എന്നൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഏറെക്കുറെ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ആൻറ്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു എന്ന് മാത്രം മനസ്സിലാക്കുക. ആദ്യത്തെ 10 വാക്യങ്ങൾ, 11 മുതലായ വാക്യങ്ങൾ ഭൂമിയിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗം. അത് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പ് അതിനുണ്ട്.
കുഞ്ഞാടിനുള്ളതുപോലെ എന്ന് പറഞ്ഞാൽ ആത്മീയ രംഗമാണത്. ഒരു ആത്മീയ പരിവേഷമാണ് അവിടെ കാണുന്നത്. ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. മൃഗത്തിൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രതിമ സംസാരിക്കുമെന്ന്. ഇതൊക്കെ നമ്മൾ ഓർക്കണം. ഇന്നത്തെ ഈ AI ഒക്കെ നാം നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് മനുഷ്യൻ കൗൺസിലിംഗ് നടത്തുന്നതും അവൻ്റെ ഉള്ളെല്ലാം തുറന്നു പറയുന്നതും ഓരോ കാര്യങ്ങൾക്ക് എന്താണ് മറുപടി എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ ആരോടാണ്? AI-യോടാണ്. അപ്പോൾ അതൊക്കെ ഇതിലേക്കുള്ളതായ ഒരു വാതിൽ തുറന്നു വരികയാണെന്ന് മനസ്സിലാക്കണം. ഇതെല്ലാം നിവൃത്തിയായി വരികയാണ്. അപ്പോൾ എല്ലായിടത്തും ഈ മൃഗത്തിൻ്റെ പ്രതിമ ഉണ്ടാക്കി വയ്ക്കും. എന്ത് ചോദിച്ചാലും അതിന് മറുപടി കിട്ടും. പ്രതിമയോട് ചോദിച്ചാൽ മതി, എന്ത് പറഞ്ഞാലും അതിന് മറുപടി കിട്ടും. കൃത്യമായ മറുപടി കിട്ടും. ഓരോ കാര്യങ്ങൾക്ക് ഞാൻ എന്താ ചെയ്യേണ്ടത്, നല്ല മറുപടി കിട്ടും. ഞാൻ ഇന്ന കാര്യത്തിൽ വളരെ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ടിരിക്കുകയാണല്ലോ, എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ AI പറഞ്ഞു തരും അല്ലേ. ഇപ്പോൾ ഇന്ന് എല്ലാ കാര്യത്തിനും ChatGPT ആണ് നോക്കുന്നത്. 11 മുതൽ 18 വരെയുള്ളതായ വാക്യങ്ങൾ ഈ കള്ളപ്രവാചകനെക്കുറിച്ചുള്ള ഭൂമിയിൽ നിന്ന് കയറി വരുന്നതായ മൃഗത്തെക്കുറിച്ചാണ്. ഒടുവിൽ 666 മുദ്രയും. ഇത്രയും കാര്യങ്ങളാണ് 13-ാം അധ്യായത്തിലുള്ളത്. വാക്യമായിട്ട് ഒന്ന് ചിന്തിച്ചു പോരാം, ഒന്ന് പഠിച്ചു പോരാം. 13-ാം അധ്യായത്തിൻ്റെ 2 വാക്യങ്ങൾ, ആദ്യത്തെ 1ഉം 2ഉം വാക്യങ്ങൾ മാത്രം നമുക്കൊന്ന് വായിക്കാം. 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണനാമങ്ങളുമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും, അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിൻ്റെ വായ് പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. ആൻറ്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു എന്ന ആ രാഷ്ട്രീയ നേതാവ്, ഭരണകർത്താവ് ഈ ലോകത്തെ മുഴുവൻ ഭരണം നടത്തുവാൻ ഒരു ഏക ലോകാധിപതിയായി ഭരണത്തിൽ വരുന്നതായ ആ രാഷ്ട്രീയ നേതാവ്, എതിർ ക്രിസ്തു. ഒരിക്കലും നമ്മൾ അന്തിക്രിസ്തു എന്ന് പറയാറുണ്ട്. സാധാരണ അന്തിക്രിസ്തു എന്ന് നമ്മൾ പറയാറുണ്ട്. ആ പേര് പൂർണ്ണമായും യോജിച്ചതായ ഒരു പേരല്ല. ആൻറ്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു എന്നാണ് ശരിയായ പേര്, എതിർ ക്രിസ്തു. വിശുദ്ധ ബൈബിളിൽ 5 പ്രാവശ്യം എതിർ ക്രിസ്തു എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ബൈബിളിൽ 5 പ്രാവശ്യം എതിർ ക്രിസ്തു എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. 1 യോഹന്നാൻ 2-ാം അധ്യായം 18-ാം വാക്യം. യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു, എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എതിർ ക്രിസ്തു എന്നവിടെ പറഞ്ഞിരിക്കുകയാണ്. എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. വീണ്ടും രണ്ടാമത്തത് ഈ 18-ാമത്തെ വാക്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കയാൽ അന്ത്യനാഴികയാകുന്നു. എതിർ ക്രിസ്തുക്കൾ. 1 എതിർ ക്രിസ്തു, 2 എതിർ ക്രിസ്തുക്കൾ. അതാണ് എതിർ ക്രിസ്തുക്കൾ. ആരാണ്? അതിൻ്റെ 19 വാക്യം പറയുന്നുണ്ട്, എതിർ ക്രിസ്തുക്കൾ എന്ന് പറയുന്നവർ അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു എങ്കിലും നമുക്കുള്ളവരായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഇടയിൽ നിന്ന് ചിലർ എഴുന്നേറ്റ് വരും, എതിർ ക്രിസ്തുക്കൾ. നമ്മുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ കൂട്ടായ്മ അല്ലെങ്കിൽ നമ്മുടെ സഭ, ദൈവമക്കൾ, വിശ്വാസികൾ. നമ്മുടെ എന്ന് പറഞ്ഞാൽ അവിടെ വിശ്വാസികളാണ് ഉദ്ദേശിക്കുന്നത്.
സഭയിലുള്ളവർ. അപ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, എതിർ ക്രിസ്തുക്കൾ നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് വരും. അവർ നമ്മോട് ചേരാത്തവരായിട്ട് ഇല്ലേ, അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. അവർ നമുക്കുള്ളവർ ആയിരുന്നുവെങ്കിൽ നമ്മോട് കൂടെ പാർക്കുമായിരുന്നു. അവർ നമുക്കുള്ളവർ ആയിരുന്നില്ല. കേട്ട് വായിക്കുമ്പോൾ കുറച്ച് പേരോട് പറയുന്നുണ്ട്, ഞാൻ അതിലേക്ക് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ എതിർ ക്രിസ്തുക്കൾ എന്ന് പറയുന്നവർ ആരാണ്? എതിർ ക്രിസ്തു എന്ന് പറയുന്നത് ആൻറ്റി ക്രൈസ്റ്റ്. എതിർ ക്രിസ്തുക്കൾ എന്ന് പറയുന്നവർ ഇപ്പോഴുണ്ട്. എതിർ ക്രിസ്തു വരുന്നത് അന്നാണ്, എന്നാൽ എതിർ ക്രിസ്തുക്കൾ ഇപ്പോഴുണ്ട്. എതിർ ക്രിസ്തുക്കൾ എന്ന് പറയുന്നത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് വ്യാപരിക്കുന്ന ആളുകളാണ്. നമ്മൾ വായിക്കുന്നുള്ള അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അധർമ്മത്തിൻ്റെ മർമ്മം തടുക്കുന്നവന് വഴിയിൽ നിന്ന് മാറിപ്പോകണം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെടും എന്ന് പറഞ്ഞാൽ, തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിക്കഴിയുമ്പോഴാണ് ആര് വരുന്നത്? അധർമ്മമൂർത്തി വെളിപ്പെടുന്നത്, എതിർ ക്രിസ്തു വരുന്നത്. തടുക്കുന്നതാരാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ എതിർ ക്രിസ്തു ഈ ഭൂമിയിൽ വരും. എപ്പോഴാണ് പരിശുദ്ധാത്മാവ് ഭൂമിയിൽ നിന്ന് മാറുന്നത്? പരിശുദ്ധാത്മാവ് എന്തിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നുവോ ആ ദൗത്യം അത് പൂർത്തീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ സഭയെ ഒരുക്കുവാനാണ് പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വന്നത്. സഭയെ ഒരുക്കി കഴിയുമ്പോൾ സഭയെയും കൊണ്ട് ആത്മാവ് ഭൂമിയിൽ നിന്ന് പോകും. കർത്താവിൻ്റെ മധ്യാകാശ വരവും സഭയുടെ ഉൽപ്രാവണവും അതിനുശേഷം തടുക്കുന്നതിന് വഴിയിൽ നിന്ന് മാറിപ്പോണം. എന്നാൽ അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴും വ്യാപരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് വ്യാപരിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ടെന്ന്. അവൻ്റെ ആത്മാവ്, ഫോഷ്കിൻ്റെ ആത്മാവ് ഇന്ന് വ്യാപരിക്കുന്നുണ്ട്. അങ്ങനെ ഫോഷ്കിൻ്റെ ആത്മാവിൻ്റെ വ്യാപാരത്തിന് കീഴിലുള്ളവരെയാണ് എതിർ ക്രിസ്തുക്കൾ എന്ന് പറയുന്നത്. ക്ലിയറാക്കാണെന്ന് കരുതുന്നു. എതിർ ക്രിസ്തു, എതിർ ക്രിസ്തുക്കൾ. ഇനി 1 യോഹന്നാൻ 4:3 മൂന്നാമത്തത്. 1 എതിർ ക്രിസ്തു, 2 എതിർ ക്രിസ്തുക്കൾ, 3 1 യോഹന്നാൻ 4:3 യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എതിർ ക്രിസ്തു. അപ്പോൾ ഇന്ന് യേശുവിനെ സ്വീകരിക്കാത്ത, യേശുവിനെ സ്ഥാനം കൊടുക്കാത്ത, യേശു ദൈവപുത്രനാണ്, യേശു രക്ഷിതാവാണ് എന്ന് അംഗീകരിക്കാത്ത, യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ളതായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഏത് വ്യാപാരമാണ്? ക്രിസ്തുവിനെ മാറ്റിക്കൊണ്ട് യേശുക്രിസ്തു ഇല്ലാതെ ആ സ്ഥാനത്ത് മറ്റെന്തെങ്കിലും കൊണ്ടുവന്ന് വെച്ച് ആവുന്നതെല്ലാം ഏതിൻ്റെ വ്യാപാരമാണ്? എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. അപ്പോൾ അവിടെയും എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്ന് നാം കാണുന്നുണ്ട്. അതിൻ്റെ ആദ്യം മുതലുള്ളതായ കാര്യങ്ങൾ വായിക്കുമ്പോൾ, 4-ാം അധ്യായം 1 മുതൽ വാക്യം വായിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവീൻ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ. എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ്. വീണ്ടും 4-ാമത്തത് 1 യോഹന്നാൻ 2:22 പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തുവാകുന്നു. 4-ാമത്തത്. വീണ്ടും 5-ാമത്തത് 2 യോഹന്നാൻ 7-ാം വാക്യം വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവൻ ആകുന്നു. ഇങ്ങനെ ബൈബിളിൽ
5 സ്ഥലങ്ങളിൽ എതിർ ക്രിസ്തു എന്ന വാക്ക് എന്ന പേര് നാം കാണുന്നുണ്ട്. എതിർ ക്രിസ്തു, എതിർ ക്രിസ്തുക്കൾ, എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ്, എതിർ ക്രിസ്തു, ഇങ്ങനെ 5 സ്ഥലങ്ങളിൽ എതിർ ക്രിസ്തുവിനെ നാം കാണുന്നുണ്ട്. ഇവിടെ ഈ 5 ഭാഗങ്ങൾ നാം ഒന്നുകൂടി ഒന്ന് വിലയിരുത്തി പഠിച്ചാൽ 2 നിലയിലുള്ളവരെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എതിർ ക്രിസ്തു എന്ന് പറയുമ്പോൾ, എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളവർ എന്ന് പറയുമ്പോൾ 2 നിലകളിൽ, ഒന്ന് എതിർ ക്രിസ്തു എന്ന ഒരു വ്യക്തി, എതിർ ക്രിസ്തു എന്ന ഒരു വ്യക്തി. 2 എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് വ്യാപരിക്കുന്നവർ. എതിർ ക്രിസ്തു എന്ന വ്യക്തി വെളിപ്പെട്ടിട്ടില്ല, എന്നാൽ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് വ്യാപരിക്കുമ്പോൾ, എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് വ്യാപരിക്കുന്നവർ ഇന്നുണ്ട്. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം. നമുക്കറിയാവുന്നതായ വാക്യം തന്നെയാണത്. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അവരാണ് എതിർ ക്രിസ്തുക്കൾ. ഇങ്ങനെ 2 നിലകളിൽ ഉള്ളവരെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഒന്ന് എതിർ ക്രിസ്തു എന്നൊരു വ്യക്തി, 2 എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് വ്യാപരിക്കുന്നവർ, എതിർ ക്രിസ്തുക്കൾ. അവരിപ്പോഴുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ കരുതലുള്ളവരായിട്ട് മുന്നോട്ട് പോകണം. പണ്ടുണ്ടായിരുന്നതിനേക്കാൾ അധികം ഇപ്പോഴുണ്ട്. അതുകൊണ്ട് ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യണം. ഈ അന്ത്യകാലത്ത്, അന്ത്യനാഴികയിൽ നാം നിൽക്കുകയാണ്. അന്ത്യകാലത്തിൻ്റെ അന്ത്യനാഴികയിലാണ് നാം നിൽക്കുന്നത്. നമുക്ക് വിവേചിക്കാനുള്ള ഒരു വരം ദൈവത്തിൽ നിന്ന് വാങ്ങണം. ഓരോന്നും, ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കളെ വിവേചിക്കാൻ, ഇത് ദൈവത്തിൽ നിന്നുള്ളവയോ, ഈ ആത്മാവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണോ എന്ന് വിവേചിക്കാനുള്ള കൃപ നാം ചോദിച്ചു വാങ്ങണം. കാരണം അധർമ്മത്തിൻ്റെ മർമ്മം, എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് ജനത്തെ സത്യത്തിൽ നിന്ന് തെറ്റിക്കേണ്ടതിന്, സത്യവഴിയിൽ നിന്ന് തെറ്റിക്കേണ്ടതിന്, 12-ാം അധ്യായത്തിൽ പഠിച്ചതുപോലെ അതിൻ്റെ വാല് നമ്മളെ ചുറ്റും. ആ വാലാണ് ഈ പറയുന്നത്. അത് സർപ്പത്തിൻ്റെ വാലാണ്, സാത്താൻ്റെ വാലാണത്. അപ്പോൾ എതിർ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ ആ പേര് പറഞ്ഞിരിക്കുന്ന 5 സ്ഥലങ്ങൾ. വീണ്ടും എതിർ ക്രിസ്തുവിന് 8 പേരുകളുണ്ട്. ബൈബിളിൽ 8 പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. എതിർ ക്രിസ്തു 8 പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. 1 ദാനിയേൽ 7-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ, ഇവിടെ ദാനിയേൽ ഒരു ദർശനം കാണുകയാണ്, സ്വപ്നം കാണുകയാണ്. ദാനിയേൽ കാണുന്നതായ ഒരു സ്വപ്നം, രാത്രി ദർശനത്തിൽ ഘോരവും ഭയങ്കരവുമായ ഒരു മൃഗത്തെ ദാനിയേൽ കാണുകയാണ്. ഇരുമ്പ് പല്ലുകളുള്ളതായ ഒരു മൃഗം. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളവയെ തിന്ന് ശേഷിപ്പിച്ചതിനെ കാലുകൊണ്ട് ചവിട്ടിക്കളഞ്ഞ് മുന്നോട്ട് വരികയാണ്. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ആ മൃഗത്തിൻ്റെ, ആ ഘോരവും ഭയങ്കരവുമായ മൃഗത്തിൻ്റെ 10 കൊമ്പുകളെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവയുടെ ഇടയിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് മുളച്ചു വരുന്നത് കണ്ടു. ഒരു ചെറിയ കൊമ്പ്. അപ്പോൾ ഈ ചെറിയ കൊമ്പ് എതിർ ക്രിസ്തുവാണ്. അപ്പോൾ എതിർ ക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന 8 പേരിൽ ഒന്ന് ചെറിയ കൊമ്പ് എന്നാണ്. ചെറിയ കൊമ്പ്.
10 കൊമ്പുകളുടെ ഇടയിൽ നിന്ന് മുളച്ചു വരുന്ന ചെറിയ കൊമ്പ് എതിർ ക്രിസ്തുവാണ്. രണ്ടാമത്തത് ദാനിയേൽ പ്രവചനം തന്നെ 8-ാം അധ്യായം 23-ാമത്തെ വാക്യം. അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. എതിർ ക്രിസ്തുവാണ്. ഉഗ്രഭാവമുള്ള രാജാവ്. ദാനിയേൽ 9:26. 26-ാം വാക്യത്തിൽ നാം കാണുന്ന വരുവാനുള്ള പ്രഭു എന്ന് പറയുന്നത് ഈ ആൻറ്റി ക്രൈസ്റ്റാണ്, എതിർ ക്രിസ്തുവാണ്. വരുവാനുള്ള പ്രഭു. നാലാമത്തത് സെഖര്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 16-17 വാക്യങ്ങൾ. സെഖര്യാവ് 11-16-17 വാക്യങ്ങളിൽ തുമ്പുകെട്ട ഇടയൻ എന്ന ഒരു പേരുണ്ട്. തുമ്പുകെട്ട ഇടയൻ എതിർ ക്രിസ്തുവാണത്. വീണ്ടും 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 3-ാമത്തെ വാക്യം. അവിടെ നാശയോഗ്യൻ എന്നൊരു പേര് നാം കാണാൻ സാധിക്കും. നാശയോഗ്യൻ എന്ന പേര് 2 തെസ്സലോനിക്ക 2:3. ഇവിടെ 2:3 2 പേരുകളുണ്ട്. ഒന്ന് നാശയോഗ്യൻ, 2 അധർമ്മ മൂർത്തി. ഈ 2 പേരുകളും എതിർ ക്രിസ്തുവിൻ്റെ പേരുകളാണ്. നാശയോഗ്യൻ, അധർമ്മ മൂർത്തി. 4-ാം വാക്യം 2:4. തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി. തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി. വീണ്ടും വെളിപ്പാട് 13:1 നാം കാണുന്ന മൃഗം. ഇങ്ങനെ 8 പേരുകൾ എതിർ ക്രിസ്തുവിനുണ്ട്. 1 ചെറിയ കൊമ്പ്, 2 ഉഗ്രഭാവമുള്ള രാജാവ്, 3 വരുവാനുള്ള പ്രഭു, 4 തുമ്പുകെട്ട ഇടയൻ, 5 നാശയോഗ്യൻ, 6 അധർമ്മമൂർത്തി, 7 തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി, 8 മൃഗം. ഇങ്ങനെ 8 പേരുകൾ ബൈബിളിൽ നാം കാണുന്നുണ്ട്. ഇനി ഈ എതിർ ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട്. എതിർ ക്രിസ്തുവും തമ്മിലുള്ള 10 വ്യത്യാസങ്ങൾ നമുക്ക് ചിന്തിക്കാം. എതിർ ക്രിസ്തുവും തമ്മിലുള്ളതായ ഒരു താരതമ്യം, ഏതാണ്ട് ഒരു 10 കാര്യങ്ങൾ. 1, ക്രിസ്തു ദൈവത്തിൻ്റെ മർമ്മമാണ്. ദൈവത്തിൻ്റെ മർമ്മം. കൊലോസ്യർ 2:2. ക്രിസ്തു എന്ന ദൈവ മർമ്മത്തിൻ്റെ പരിജ്ഞാനം. അപ്പോൾ ക്രിസ്തു ദൈവത്തിൻ്റെ മർമ്മമാണ്. 2 തെസ്സലോനിക്ക 2:7. ക്രിസ്തു ദൈവത്തിൻ്റെ മർമ്മമാണ്. ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ ആദിക്രൈസ്റ്റ് ആരാണ്? എതിർ ക്രിസ്തു എന്തിൻ്റെ മർമ്മമാണ്? അധർമ്മത്തിൻ്റെ മർമ്മമാണ്. വ്യത്യാസം നോക്കണം. ക്രിസ്തു ദൈവത്തിൻ്റെ മർമ്മമാണ്. എതിർ ക്രിസ്തു അധർമ്മത്തിൻ്റെ മർമ്മമാണ്. ദൈവത്തിൻ്റെ മർമ്മമായ ക്രിസ്തു, അധർമ്മത്തിൻ്റെ മർമ്മമായ എതിർ ക്രിസ്തു. 2, ക്രിസ്തു സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവനാണ്. യോഹന്നാൻ 6:38. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നവൻ, ഉയരത്തിൽ നിന്നുള്ളവനാണ് ക്രിസ്തു. ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ് ക്രിസ്തു. എന്നാൽ എതിർ ക്രിസ്തുവോ? ആഴത്തിൽ നിന്ന് കയറി വരുന്നവൻ, സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. വെളിപ്പാട് 13:1 വായിച്ചതാണ്. ആഴത്തിൽ നിന്ന് കയറി വരുന്നവൻ. വ്യത്യാസമാണ്. ക്രിസ്തു മുകളിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്. മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നവൻ, ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ. എതിർ ക്രിസ്തു പാതാളത്തിൽ നിന്ന്, ആഴത്തിൽ നിന്ന്, സമുദ്രത്തിൽ നിന്ന്
അടിയിൽ നിന്ന് കയറി വരുന്നവനാണ്, ആഴത്തിൽ നിന്ന് കയറി വരുന്നവൻ. വീണ്ടും മൂന്നാമത്തെ കാര്യം ഫിലിപ്പിയർ 2:8, 2 തെസ്സലോനിക്കർ 2:4. ഫിലിപ്പിയർ 2:8 എതിർ ക്രിസ്തു, ഈ ക്രിസ്തു എങ്ങനെയാണ്, ക്രിസ്തുവിൻ്റെ സവിശേഷ സ്വഭാവം എന്താണ്? ക്രിസ്തുവിൻ്റെ സ്വഭാവം മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി. യേശു ക്രിസ്തു തന്നെത്താൻ താഴ്ത്തി വന്നവനാണ്. ക്രിസ്തുവിൻ്റെ സ്വഭാവം തന്നെത്താൻ താഴ്ത്തുന്ന സ്വഭാവമാണ്. എതിർ ക്രിസ്തുവിൻ്റെയോ? 2 തെസ്സലോനിക്കർ 2:4. അവൻ ദേവാലയത്തിൽ ഇരുന്നുകൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. തന്നെത്താൻ ഉയർത്തുന്നവനാണ്. ഓർക്കണം, ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവൻ തന്നെത്താൻ താഴ്ത്തും. എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവനോ തന്നെത്താൻ ഉയർത്തും. നമ്മൾ മനസ്സിലാക്കണം, നമ്മിൽ വ്യാപരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവാണെങ്കിൽ നമ്മൾ നമ്മെ തന്നെ താഴ്ത്തും, തന്നെത്താൻ താഴ്ത്തുന്ന പ്രകൃതം. എന്നാൽ തന്നെത്താൻ ഉയർത്തുന്നവനാണെങ്കിൽ ആരുടെ വ്യാപാരമാണ്, ആരുടെ സ്വാധീനമാണ് അങ്ങനെ നമ്മെ ആക്കുന്നത്? എതിർ ക്രിസ്തുവിൻ്റെ പിശാചിൻ്റെ സ്വാധീനത്താലാണ് സംഭവിക്കുന്നത്. ഞാൻ എന്നെ തന്നെ ഉയർത്തുന്നുവെങ്കിൽ തന്നെത്താൻ ഉയർത്തുന്ന സ്വഭാവം പിശാചിൻ്റെ സ്വഭാവമാണ്. ക്രിസ്തുവിൻ്റെ സ്വഭാവം തന്നെത്താൻ താഴ്ത്തുന്ന സ്വഭാവമാണ്. നാലാമത്തെ കാര്യം യോഹന്നാൻ 17:4. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവനാണ് ആര്? ക്രിസ്തു. എന്നാൽ എതിർ ക്രിസ്തു, വെളിപ്പാട് 13:6, എതിർ ക്രിസ്തു ഭൂമിയിൽ ദൈവത്തെ ദുഷിക്കുന്നവനാണ്. അത് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായ് തുറന്നു. അവൻ്റെ വായ തുറക്കുന്നത് എന്തിനാണ്? ദൈവത്തെ ദുഷിക്കാൻ. ക്രിസ്തു ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, എതിർ ക്രിസ്തു ഭൂമിയിൽ ദൈവത്തെ ദുഷിക്കുന്നു. അപ്പം നമ്മിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മിൽ വ്യാപരിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തും. ദൈവനാമം ദുഷിക്കപ്പെടുന്നതായ രീതിയിലുള്ളതായ കാര്യങ്ങൾ നമ്മിൽ വരുന്നത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ വ്യാപാരത്താൽ വരുന്നതാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവൻ ദൈവത്തെ ഭൂമിയിൽ മഹത്വപ്പെടുത്തും. എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവനാൽ ഭൂമിയിൽ ദൈവനാമം ദുഷിക്കപ്പെടും. ക്രിസ്തു ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, എതിർ ക്രിസ്തു ഭൂമിയിൽ ദൈവത്തെ ദുഷിക്കുന്നു. അഞ്ചാമത്തെ കാര്യം ലൂക്കോസ് 19:10. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ക്രിസ്തു വന്നത് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ദാനിയേൽ 8:24. എതിർ ക്രിസ്തു വരുന്നത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ദാനിയേൽ 8:24. ക്രിസ്തു വന്നത് മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. ദാനിയേൽ 8:24 വായിക്കുമ്പോൾ എതിർ ക്രിസ്തു നശിപ്പിക്കാൻ വരുന്നവനാണ്. പലരെയും, വിശുദ്ധ ജനത്തെയും നശിപ്പിക്കാൻ വരുന്നവനാണ് ആര്? എതിർ ക്രിസ്തു. ക്രിസ്തു വന്നത് രക്ഷിക്കാനാണ്. ക്രിസ്തു രക്ഷിപ്പാൻ വന്നു, എതിർ ക്രിസ്തു നശിപ്പിക്കാൻ വരുന്നവനാണ്. വീണ്ടും ആറാമത്തത് യോഹന്നാൻ 10:4. യോഹന്നാൻ 10:4, ഞാൻ നല്ല ഇടയൻ. അതൊന്ന് വായിക്കണം, നമുക്കറിയാവുന്ന വാക്യം. ഞാൻ നല്ല ഇടയൻ ആകുന്നു. യേശു ക്രിസ്തു നല്ല ഇടയനാണ്. എന്നാൽ
എതിർ ക്രിസ്തു തുമ്പുകെട്ട ഇടയനാണ്. തുമ്പുകെട്ട ഇടയൻ. എതിർ ക്രിസ്തു തുമ്പുകെട്ട ഇടയനാണ്, ദുഷ്ട ഇടയൻ. ക്രിസ്തു നല്ല ഇടയൻ, എതിർ ക്രിസ്തു ദുഷ്ട ഇടയനാണ്. യേശു ക്രിസ്തു സത്യമായിരുന്നവനാണ്. യോഹന്നാൻ 14:6 വായിക്കാം. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു. യേശുക്രിസ്തു സത്യമായിരുന്നവനാണ്, സത്യമായിരുന്നവൻ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നാൽ എതിർ ക്രിസ്തു ഭോഷ്കായിരുന്നവനാണ്. 2 തെസ്സലോനിക്കർ 2:9 മുതലുള്ള വാക്യങ്ങൾ. 2 തെസ്സലോനിക്കർ 2:9 മുതൽ 12 വരെയുള്ളതായ വാക്യം. അവൻ ഫോഷ്കാണ്. ഫോഷ്കിൻ്റെ വ്യാപാരമാണ് ഇതിൽ നിന്നുണ്ടാവുന്നത്. യേശുക്രിസ്തു സത്യമായിരുന്നു, എതിർ ക്രിസ്തു ഫോഷ്കായിരിക്കും. ഫോഷ്ക്. വീണ്ടും ലൂക്കോസ് 1:35 വായിക്കുമ്പോൾ യേശുക്രിസ്തു ദൈവപുത്രനാണ്. യേശുക്രിസ്തു ദൈവപുത്രനാണ്, എതിർ ക്രിസ്തു നാശയോഗ്യൻ, നാശപുത്രൻ. എതിർ ക്രിസ്തു നാശപുത്രനാണ്, ക്രിസ്തു ദൈവപുത്രനാണ്. യേശുക്രിസ്തു മുകളിലേക്ക് കയറിപ്പോയവനാണ്. യേശുക്രിസ്തു മുകളിലേക്ക് കയറിപ്പോയവനാണ്. എന്നാൽ എതിർ ക്രിസ്തു അഗാധത്തിലേക്ക് പോകുന്നു, നിത്യനരകത്തിലേക്ക് പോകുന്നു. 10ാമത്തെ കാര്യം, യേശുക്രിസ്തുവിനെ ദൈവം ഏറ്റവും ഉയർത്തി, എതിർ ക്രിസ്തുവിനെ ദൈവം ഏറ്റവും താഴ്ത്തും. ഏറ്റവും താഴ്ത്തും. ക്രിസ്തുവും എതിർ ക്രിസ്തുവും. ഒന്ന്, ക്രിസ്തു ദൈവത്തിൻ്റെ മർമ്മമാണ്, എതിർ ക്രിസ്തു അധർമ്മത്തിൻ്റെ മർമ്മമാണ്. 2, ക്രിസ്തു ഉയരത്തിൽ നിന്ന് വരുന്നവനാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്, എതിർ ക്രിസ്തു ആഴത്തിൽ നിന്ന് കയറി വരുന്നവനാണ്. ക്രിസ്തു തന്നെത്താൻ താഴ്ത്തുന്നവനാണ്, എതിർ ക്രിസ്തു തന്നെത്താൻ ഉയർത്തുന്നവനാണ്. ക്രിസ്തു ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവനാണ്, മഹത്വപ്പെടുത്തിയവനാണ്, എതിർ ക്രിസ്തു ഭൂമിയിൽ ദൈവത്തെ ദുഷിക്കുന്നവനാണ്. ക്രിസ്തു മനുഷ്യനെ രക്ഷിക്കാൻ വന്നു, എതിർ ക്രിസ്തു അവൻ്റെ വ്യാപാരം മനുഷ്യനെ നശിപ്പിക്കുന്ന വ്യാപാരമാണ്. ക്രിസ്തു നല്ല ഇടയനാണ്, എതിർ ക്രിസ്തു ദുഷ്ട ഇടയനാണ്, തുമ്പുകെട്ട ഇടയനാണ്. ക്രിസ്തു മുഴുവൻ സത്യമാണ്, എതിർ ക്രിസ്തു മുഴുവൻ ഫോഷ്കാണ്. ക്രിസ്തു ദൈവപുത്രനാണ്, എതിർ ക്രിസ്തു നാശപുത്രനാണ്. യേശുക്രിസ്തു മുകളിലേക്ക് കയറിപ്പോയവനാണ്. അവൻ ഉയർന്നുയർന്ന് പൊങ്ങി പൊങ്ങി സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നത് ശിഷ്യന്മാർ തങ്ങളുടെ കണ്ണുകൊണ്ട് നോക്കിക്കണ്ടു. എന്നാൽ എതിർ ക്രിസ്തു അവനെ അഗാധത്തിലേക്ക് തള്ളിയിടും, നാശകൂപത്തിലേക്ക് തള്ളിയിടും, ആ അഗാധകൂപത്തിലേക്ക് തള്ളിയിടും. ക്രിസ്തുവിനെ ദൈവം ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. എന്നാൽ എതിർ ക്രിസ്തുവിനെ ഏറ്റവും താഴ്ത്തിക്കളയും, ഏറ്റവും താഴ്ത്തിക്കളയും. നാം നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കണം. ഈ അന്ത്യനാഴിക, കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. അന്ത്യനാഴിക. അധർമ്മത്തിന് മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. കർത്താവേ, എന്നിൽ ഒരണുവിൽ പോലും അവൻ്റെ വ്യാപാരം വരാതെ വണ്ണം, എതിർ ക്രിസ്തുവിൻ്റെ അധർമ്മത്തിന് മർമ്മത്തിന് വ്യാപാരം വരാതെ വണ്ണം കാക്കണമേ. എല്ലാം വിവേചിച്ചും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ വ്യാപാരത്തിൻ്റെ കീഴിൽ എന്നെ മുഴുവനുമാക്കണമേ. തലകളെ ഉണക്കാം. ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ വ്യാപാരം അവൻ നമുക്ക് സൗജന്യമായി ദാനമായി തന്നിട്ട് പോയതാണ്. ചോദിക്കുന്നവർക്കെല്ലാം തരുമെന്നാണ് പറഞ്ഞത്. നാം പ്രാർത്ഥിക്കണം, നാം ചോദിക്കണം. കർത്താവേ, ആത്മാവിൻ്റെ വ്യാപാരത്തിൻ്റെ കീഴിൽ എന്നെ ആക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്തിൻ്റെ കീഴിൽ
ഒന്നിലും തെറ്റിപ്പോകാതെ ശരിയായ ഒരു ആത്മീയ ജീവൻ നയിപ്പാൻ തക്കവണ്ണം ക്രിസ്തുവിൻ്റെ ആത്മാവ് ഞങ്ങളിൽ വ്യാപരിക്കുവാൻ, ശക്തിയോടെ വ്യാപരിക്കുവാൻ, എല്ലാ രംഗങ്ങളിലും ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുവാൻ, ഞങ്ങൾ അവൻ്റെ വശീകരണത്തിൽ പെട്ടുപോകുവാൻ ഇടവരരുത്. ദുഷ്ടൻ്റെ വശീകരണത്തിൽപ്പെട്ട് ഞങ്ങളാരും നാശയോഗ്യൻ പോയതുപോലെ നാശത്തിൻ്റെ വഴിയിലേക്ക് നാശയോഗ്യരായി പോകാൻ ഇടവരരുത്. കർത്താവേ, ഞങ്ങളെ സൂക്ഷിക്കുന്ന കൃപയുടെ ആത്മാവിനാൽ ഞങ്ങളെ പൊതിയണമേ, ഞങ്ങളെ നടത്തണമേ. ഞങ്ങൾ എതിർ ക്രിസ്തുവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ, ആൻറ്റി ക്രൈസ്റ്റിൻ്റെ വ്യാപാരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, കർത്താവേ, ഈ കാലയളവിൽ അവൻ്റെ വ്യാപാരത്തെ തിരിച്ചറിഞ്ഞ് സത്യത്തിൽ നടക്കാൻ സഹായമാക്കി മാറ്റണമേ. എല്ലാവരും അനുഗ്രഹിക്കണം, എല്ലാ മുഖത്തോടും എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.